ഒന്നാം യൂണിറ്റ് അംഗമായ തിയോൺസിന്റെയും മരിയമ്മയുടെയും മകൻ കൽപ്പാസ് മരണപ്പെട്ടു. അടക്കം ഉച്ചയ്ക്ക് 1:30 പുതിയ പള്ളിയിൽ വെച്ച് നടത്തുന്ന വിവരം അറിയിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഏതാനും പേരെ ഇപ്പോൾ കണ്ടുപിടിച്ച് കരയ്ക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 7 വള്ളങ്ങളായിരുന്നു 5 ദിവസം മുമ്പ് പുറംകടലിലേക്ക് പോയത്. അന്ന് അതിശക്തമായ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. കരയിലും കടലിലും ഈ രാത്രികളിൽ ഉടനീളം എങ്ങോട്ടെന്നില്ലാതെ കടലിൽ അവർ ചുറ്റിത്തിരിഞ്ഞു. ഇന്ധനം തീർന്ന അവസ്ഥയിലായിരുന്നു ബോട്ടുകൾ. സതേൺ ടിപ്പിലേക്കുണ്ടായ ഒരു ഒഴുക്കിൽപ്പെട്ട ആവണം അവർ കുളച്ചൽ ഭാഗത്തേക്ക് ഒഴുകിപ്പോയി. കുളച്ചൽ ഭാഗത്തുനിന്ന് ഏതാനും നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിലകപ്പെട്ട ഇവരെ ഇപ്പോൾ കോസ്റ്റൽ ഗാർഡിൻ്റെയും മറ്റും സന്നദ്ധ സംവിധാനങ്ങളിലൂടെ കരയ്ക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയും വരാൻ ഒരു ബോട്ട്, അത് വിഴിഞ്ഞത്ത് തന്നെയുള്ള ലാസർ എന്ന ആളിൻ്റെ ഫാത്തിമ മാത എന്ന പേരിലുള്ള ഒരു ബോട്ടാണ് ഇനി വരാനുള്ളത്. GPS സിഗ്നലും ഫോൺ സിഗ്നലും ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ബോട്ട് കടലിൽ എവിടെയോ ഉള്ളത്. എവിടെയാണ് എന്നറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കുളച്ചൽ ഇന്ന് ഏകദേശം 11 മണിയോടെയാണ് കണ്ടുപിടിച്ചത്. ഉൾക്കടലിൽ നിന്ന് ആ ഭാഗത്ത് അവർ വളരെ ക്ഷീണിച്ച അവസ്ഥയിലും ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം അത്യാവശ്യ വൈദ്യസഹായവും ആഹാരവും ഒക്കെ കൊടുത്തതിന് ശേഷം അവരെ കരയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ചെറിയ വള്ളത്തിനുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ തെറിച്ച് പോയ 2 മത്സ്യബന്ധന തൊഴിലാളികളിൽ ഒരാളെ കണ്ടുകെട്ടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം കരയ്ക്കെത്തിച്ചു. ഇനി ഒരാളെ കൂടി കൊണ്ടുവരാനുണ്ട്. ഈ ഭാഗത്തൊക്കെ ധാരാളം ആൾക്കാർ കടലിൽ പോയി കാണാതായ 8 പേരുടെയും കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വിലപിക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അവരൊക്കെ അവരങ്ങെത്തിയല്ലേ? കാറ്റ് കൊണ്ടുപോയതായിരിക്കും. ചോദിക്കുമ്പോൾ പറയാം. ഓക്കെ സാർ, ഓക്കെ സാർ. അവരുടെ വീടൊക്കെ എവിടെയാണ്? അവരെ കുളച്ചൽ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കണ്ടിരിക്കുന്നു. അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ ഇവരെത്തും എന്നാണ് അറിവ്. മൊത്തത്തിൽ 7 ബോട്ടുകളാണ് ഇവിടെ നിന്ന് പോയത്. അതിൽ ഇനി 3 ബോട്ടുകളാണ് വരാനുള്ളത്. മുൻപൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒഴുക്ക് സതേൺ ടിപ്പിലേക്കായിരുന്നു. ആ ഒരു ഒഴുക്കിൽപ്പെട്ട് കാറ്റിൽപ്പെട്ട് ഒരുപക്ഷെ പോയിട്ടുള്ളതാവാം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ മരണപ്പെട്ട ഒരാളിൻ്റെ ഫെനറൽ ഫംഗ്ഷൻ ഈ പള്ളിയിൽ വെച്ച് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. പൊഴിയൂർ ഭാഗത്തു നിന്ന് വന്ന മത്സ്യബന്ധന തൊഴിലാളികളാണ് വിഴിഞ്ഞത്തു നിന്ന് പുറപ്പെട്ട വള്ളത്തിൽ പുറംകടലിലേക്ക് പോയത്. അധികാരികളുടെ ഭാഗത്തു നിന്ന് പോകരുത് എന്ന നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കാലവർഷം വളരെ ശക്തമായിരുന്നു ഇത്തവണ. അതുകൊണ്ട് തന്നെ കടലിലേക്ക് പോകുന്നതിന് വിലക്കുണ്ടായിരുന്നു. എങ്കിലും വീട്ടിലെ പട്ടിണി മാറ്റാനായി ഇതാണ് അവരുടെ തൊഴിൽ. അതുകൊണ്ട് തന്നെ അവർ ആ തൊഴിലിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുക സാധ്യമല്ല. ആ അവസ്ഥയിലാണ് അവർ കടലിലേക്ക് പോയത്. അന്ന് രാത്രി പ്രത്യേകിച്ചും കടലിൽ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു എന്നാണ് കരയിൽ എത്തിയവർ പറഞ്ഞത്. ആ ഉൾക്കടലിലെ അസാധ്യമായ കാറ്റിലും ചുഴിയിലും അവർ പെടുകയായിരുന്നു. എങ്ങോട്ടെന്നില്ലാതെ പോവുകയായിരുന്നു. GPS സിഗ്നൽ നഷ്ടപ്പെട്ടതോടുകൂടി കരയിലേക്ക് എത്തുന്ന മാർഗത്തെക്കുറിച്ചുള്ള രൂപം പോലും ഐഡിയ പോലും അവർക്ക് നഷ്ടമായി എന്നാണ് പറയുന്നത്. ധാരാളം വെള്ളം മഴയത്ത് ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക്
കയറുന്ന കാരണം വളരെ അധ്വാനിച്ചാണ് ആ വെള്ളം മുഴുവൻ അവർ പുറത്തേക്ക് കളഞ്ഞതും ഈ കൂട്ടത്തിൽ ധാരാളം ആൾക്കാർ വളരെയധികം പ്രായം ഉള്ളവരായിരുന്നു. നമുക്ക് ഇതിൽ വന്നവരിൽ നിന്ന് തന്നെ വന്ന 4 പേരും ഏകദേശം 55-ന് പുറത്ത് ഏജ് വരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ആ കുടുംബം നമ്മൾ കണ്ടതാണ്. പൊഴിയൂരിലും മറ്റും ആ കുടുംബത്തിൽ ആ വീട്ടിൽ ഇരുന്ന് വിലപിക്കുന്ന സഹോദരങ്ങളെയും അതുപോലെ ഈ പോയ ആൾക്കാരുടെ ഭാര്യ, മക്കൾ മുതലായവരെയും ഒക്കെ നമ്മൾ പല പല മാധ്യമങ്ങളിലൂടെ അവരുടെ കരച്ചിൽ നമ്മൾ കേട്ടതാണ്. അവരാരും സമ്പന്നരല്ല, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അന്നന്ന് ജോലിക്ക് പോയി കടലിൽ പോയി കടലമ്മ നൽകുന്നത് അവരങ്ങനെയാണ് പറയുന്നത്. ഈ കടലമ്മ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിലേക്കാണ്. അവർക്കൊരു ഭാഷ തന്നെയുണ്ട്, കടപ്പുറം ഭാഷ. നമ്മളവിടെ ഇരിക്കുമ്പോൾ അവർ തങ്ങളിൽ സംസാരിക്കുന്നൊരു ഭാഷ കേട്ട് ഞാനിങ്ങനെ ചോദിച്ചു, ഇത് തമിഴാണോ മലയാളമാണോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് രണ്ടുമല്ല, കടപ്പുറത്ത് സംസാരിക്കുന്ന കടപ്പുറം ഭാഷയാണ്. 5 തെങ്ങ് മുതൽ ഇങ്ങോട്ട് പൊഴിയൂർ വരെ ഏകദേശം 6 or 7 സ്ലാങ് ഉള്ള ഒരു ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ അമ്മ സങ്കല്പത്തിലാണ് കടൽ വരുന്നത്. അതുകൊണ്ട് അമ്മയും മക്കളും എന്ന ഒരു ബന്ധത്തിൽ അവർക്ക് ഏത് ചുഴലിയോടും ഏത് തിരയോടും ഭയമില്ലാതെ കടലിലേക്ക് പോകുന്ന പ്രകൃതക്കാരാണ്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഒരു ദിവസം പോകാതിരുന്നു കഴിഞ്ഞാൽ വീട് പട്ടിണിയാകും എന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ പോയതെന്ന് പറയുന്നു. പക്ഷേ ഗവൺമെൻറ് അധികാരികളൊക്കെ കർശന നിർദ്ദേശം കൊടുത്തതാണ്, ഒരു കാരണവശാലും പോകരുതെന്ന്. ഇന്ന് തന്നെ നമുക്ക് കാണാം ഈ ആൾക്കൂട്ടം, ഇപ്പോൾ ഈ കാണുന്ന ആൾക്കൂട്ടം കരയിലേക്ക് വന്ന വള്ളത്തിൽ കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ. അത് ലേലം വിളിക്കുന്ന കാഴ്ചയാണത്. നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് കാണാം ആൾക്കൂട്ടം ലേലം വിളിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ധാരാളം വള്ളങ്ങളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഏതാനും ആൾക്കാർ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് തന്നെ അവർ കടലിലേക്ക് പോകുന്നു. കടൽ ഒത്തിരി ദൂരം പോകുന്നില്ല എന്നാണ് വിവരം. മാത്രമല്ല ഇന്ന് തിരുവനന്തപുരത്ത് മഴ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു, പക്ഷെ മഴ അധികം പെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ കടൽ ഇന്ന് താരതമ്യേന ശാന്തവുമാണ്. അതിശക്തമായ തിരമാലകളില്ല. അതുകൊണ്ടാവണം ഇവർ ഇന്ന് മത്സ്യബന്ധനത്തിനായി ഇവിടെ നിന്ന് പോയത്. എല്ലാവരുമല്ല, നമുക്ക് കാണാം 2000-ഓളം ബോട്ടുകൾ, ചെറിയ ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോകുന്നവ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ജോലിക്ക് പോകാത്ത ധാരാളം ആൾക്കാരെ നമുക്കിന്നിവിടെ കാണാനാകും. കൂട്ടത്തിൽ തെറ്റിയും തുറച്ചും ചിലരൊക്കെ പോയി മത്സ്യവും കൊണ്ട് വരുന്ന കാഴ്ചകളാണ് നമ്മളീ കണ്ടത്. ധാരാളം മത്സ്യമൊന്നും ഒരു വള്ളത്തിനും കിട്ടിയിട്ടില്ല. നമ്മൾ പറയാറില്ലേ ചാകര എന്നൊന്നും, അതിനൊന്നും ഉള്ള ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. മാത്രവുമല്ല ട്രോളിംഗ് നിരോധനം വരാൻ പോവുകയാണ്. ഇത്തവണ ട്രോളിംഗ് നിരോധനം 50-ലേറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. ആ സമയത്ത് അവർക്ക് ഇതുപോലെ യന്ത്രബോട്ടുകളിൽ പോയി മത്സ്യബന്ധനം നടത്തി വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാലവർഷം നേരത്തെ വന്നു. ഈ അവരുടെ പട്ടിണിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ഒരു വക കണ്ടെത്തി വയ്ക്കുക കൂടി അവരുടെയൊക്കെ ലക്ഷ്യമാണ്. കാരണം ട്രോളിംഗ് നിരോധനം വന്നു കഴിഞ്ഞാൽ പണിയില്ലാത്ത ദിവസങ്ങളാണ് അവർക്ക്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പലരും ബോട്ടുമായി പോയത്. ആ കൂട്ടത്തിൽപ്പെട്ട 8 ബോട്ടുകളാണ് കരയ്ക്കടുക്കാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ഒക്കെ വളരെയധികം ടെൻഷനിലാക്കിയത്. അതിൽ ഇനി വരാനിരിക്കുന്ന ഒരു ബോട്ട്, ആ ബോട്ട് എവിടെയാണെന്നറിയില്ല. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്, അവർ സുരക്ഷിതരായിട്ടുണ്ട് എന്നൊക്കെ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ടായി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ വന്നാൽ തന്നെ നമുക്കറിയാൻ കഴിയൂ. ഇവിടെ എന്ത് മീനാണ് എന്ന് നോക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ നമുക്കത് കാണാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് ആൾ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു രീതി. കടലിൽ പോകുന്നവർ 3-4 പേരടങ്ങുന്ന ചെറിയ ബോട്ടുകൾ, ചെറിയ വള്ളങ്ങളിൽ ഇതുപോലെ കരയിൽ മീനെത്തിക്കുന്നു. അവിടെ വച്ച് ലേലത്തിന്
മീനുകളെ കൊടുക്കുകയാണ്. അത് വാങ്ങുന്നവർ ചില ആൾക്കാർ കുട്ടകളിൽ വാങ്ങി അവർ തലയിൽ ചുമന്ന് നമ്മുടെ പ്രദേശങ്ങളിലാകെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവർ കൊണ്ട് എത്തിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ ദൂരെ ഒരു അമ്മ ഒരു മത്സ്യം വാങ്ങി വിൽക്കാൻ കൊണ്ടുപോകുന്ന ആളാണ്. അവർ ഈ ഭാഗത്ത് നിന്ന്, ആ കരയിൽ നിന്ന്, അവിടെ നിന്ന് തന്നെ മണൽ വാരിയെടുക്കുന്നുണ്ട് മണൽ വെച്ച് വിൽക്കാനായിട്ട്. നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും കഴിക്കാൻ തോന്നില്ല. കാരണം ആ മണലൊന്നും അവിടെയുള്ള ആൾക്കാർ, ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയണില്ല. നിങ്ങൾ തന്നെ കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇത്രയധികം ആൾക്കാർ വന്ന് നിൽക്കുന്നതിന് കാരണം ഈ ബോട്ട് വരാനുണ്ട്, അതേപോലെ ഒരാളിൻ്റെ ഡെഡ് ബോഡി കിട്ടാനുമുണ്ട്. കണ്ടോ ഈ മീന്, അത്രയധികം മീനൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ഒരു വള്ളത്തിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ 3 കുട്ടയിലുള്ള മീനുകൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മീൻ കൊണ്ടുവരുമ്പോൾ അത്രയധികം വിലയാകുന്നതും. നല്ല വില കൊടുത്താണ് അവർ വാങ്ങി ഇവിടെ നിന്ന് വരുന്നത്. അവിടുന്ന് വാങ്ങിയ മീനുകൾ ഏതാനും പേർ കുട്ടയിൽ ചുമന്ന് ഇവിടേക്ക്, ഈ വിഴിഞ്ഞം മാർക്കറ്റാണ് ഈ കാണുന്നത്. വിഴിഞ്ഞം ചന്തയിൽ വന്നു കഴിഞ്ഞാൽ വില കുറച്ച് ഫ്രഷ് മീനുകൾ വാങ്ങാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ആൾക്കാർ ഇവിടേക്ക് വരാറുണ്ട്. ഇന്ന് വളരെയധികം ആൾക്കാരുടെ എണ്ണം കുറവാണ്, വിൽക്കുന്നവരുടെയും വാങ്ങാൻ വരുന്നവരുടെയും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആശങ്ക നിലനിന്നിരുന്നു. കൊച്ചിയിൽ ഒരു ചരക്ക് കപ്പൽ മുങ്ങുകയും അതിലെ ഏതാനും കണ്ടെയ്നറുകൾ വെള്ളത്തിൽ ഒഴുകി ഏകദേശം 10-70 എണ്ണം ഇങ്ങ് കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്നിരുന്നു. ബാക്കി കുറേയധികം കണ്ടെയ്നേഴ്സ് ഈ ഷിപ്പിനോടൊപ്പം താണുപോയിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടെയ്നറുകളിൽ നിന്ന് എന്തെങ്കിലും ഹാനികരമായവ ഉണ്ടാകുമോ എന്നുള്ള ഭയത്താൽ, ആശങ്കയാൽ മീനുകൾ വാങ്ങാതിരുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ ഫിഷറീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും അതിനൊരു സ്ഥിരീകരണം വന്നു. മീനുകൾ ഇപ്പോൾ വാങ്ങി കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയുണ്ടായി. ആ ഒരവസ്ഥയാണിപ്പോൾ നിലനിൽക്കുന്നത്. എങ്കിലും പൂർണ്ണമായ ആൾക്കാരിൽ ആശങ്ക ഒഴിഞ്ഞുവെന്ന് തോന്നുന്നില്ല. അത് പറയാൻ കാരണം, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു തിരക്ക് പോരാ ചന്തയിൽ മീൻ വാങ്ങാൻ. ഇവിടെ മീൻ വിൽക്കാൻ ഇരിക്കുന്നവർ അവരുടെ മുമ്പിലുള്ള മീനുമായി വളരെയധികം നേരം ഒരേപോലെ ഇരിക്കുകയാണ്. മൂവിങ് ഇല്ല എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ധാരാളം ബോട്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ്. സാധാരണ രീതിയിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പെർമിഷനുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഒത്തിരി ആൾക്കാരും അവരുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് കടലിലേക്ക് പോകാതിരിക്കുന്ന. ദൂരെ നമുക്ക് പുതിയ വിഴിഞ്ഞം തുറമുഖം കാണാം. നമ്മളങ്ങോട്ട് നടന്നു പോവുകയാണ്. കാരണം ഇവിടെ ഈ വള്ളവുമായിട്ട് എത്താൻ ഇനിയും 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് അറിയുന്നത്. കുളച്ചൽ ഭാഗത്ത് നിന്ന്, കുളച്ചൽ മുട്ടത്ത് ആ ഭാഗത്ത് നിന്നാണ് ഇങ്ങോട്ട് ബോട്ട് അവരെയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോട്ട് വരുന്നത് വരെ നമ്മളിവിടെ ഉണ്ടാവും. നമുക്ക് കാണണം. കടലിനോട് മത്സരിച്ച്, കടലിനോട് മല്ലടിച്ച് ജീവൻ തിരികെ പിടിച്ച ആ ആൾക്കാരെ നമുക്ക് കാണണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ബോട്ടിൽ 4 പേരുണ്ട്. 4 പേരെയും സുരക്ഷിതരായി കണ്ടു എന്ന പോലീസിൻ്റെ വിവരണം നമ്മൾ കേട്ടു. അവർ നമുക്ക് ആ വീഡിയോ കാണിച്ചും തന്നു. പോലീസ് ഈ രൂപത്തിൽ അവരെ കിട്ടിയതിൽ വളരെയധികം കൃതാർത്ഥരാണ്. കാരണം അവരുടെ അധ്വാനത്തിന് ഫലമുണ്ടായി. അതിന് പിന്നിൽ പ്രവർത്തിച്ച അധികാരികളുടെ അധ്വാനത്തിന് ഫലമുണ്ടായി. പ്രത്യേകിച്ച് കോസ്റ്റൽ ഗാർഡിൻ്റെയും മറ്റും വിമാനങ്ങൾ, ചെറിയ വിമാനങ്ങൾ, ഹെലികോപ്റ്റർ രൂപത്തിലുള്ളവ ഇവിടെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. കടലിൽ എവിടെയെങ്കിലും ഒരു ബോട്ടിൻ്റെ ഒരനക്കം കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി.
അങ്ങനെ ആണ് ആ ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ് അവരെ കണ്ടെത്തിയത്. ഇവിടെ നമുക്ക് കാണാം മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ആ യന്ത്രം. അതിനെ ആവശ്യം കഴിഞ്ഞ് തിരികെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. സാധാരണ രീതിയിൽ അതിനൊക്കെ ഏതെങ്കിലും രീതിയിൽ തകരാറാവുമ്പോഴാണ് അവരൊക്കെ കടലിൽ പെട്ടുപോകുന്നത്. ഇപ്പോഴും നമ്മൾ കേട്ടത് ഒരു ബോട്ടിൽ ഇന്ധനം തീർന്നെന്നോ മറ്റോ ആണ്. മറ്റ് സഹായിക്കാനായിട്ട്, അതായത് ഇന്ധനമുള്ള ബോട്ടുമായി അവർക്ക് കണക്ട് ചെയ്യാനുള്ള സംവിധാനം മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ ഏതോ രീതിയിൽ ഓഫായി പോവുകയോ മറ്റോ ചെയ്തു. ഏതായാലും അങ്ങനെ ആ ബോട്ടിൽ ഇന്ധനം കിട്ടാതാവുകയും അവർ കടലിൽ ഒറ്റപ്പെട്ട് തിരയിലും കാറ്റത്തും ഒഴുകി പോവുകയാണുണ്ടായത്. നമ്മൾ നേരത്തെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, മരിച്ച ഒരാളിൻ്റെ ശവസംസ്കാരം പുതിയ പള്ളിയിൽ നടക്കാൻ പോകുന്നു. ഒരുപക്ഷെ ഇതാണോ ആ പള്ളി എന്ന് നമുക്ക് സംശയമുണ്ട്. ഇതൊരു പുതിയ പള്ളി തന്നെയാണ്. പുതിയ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വിഴിഞ്ഞത്തെ പള്ളിയാണത്. അവിടെ ജീസസിൻ്റെ വലിയ ഒരു ശില്പമുണ്ട്. അതുവഴി നേരെ നടന്ന് നമുക്ക് തുറമുഖത്തിൻ്റെ ആ സ്ഥലത്തേക്ക് പോകാം. തുറമുഖം മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം. കടലിലേക്ക് ഒഴുകി വരുന്ന ഒരു കൈവഴിയുടെ മുകളിൽ കെട്ടിയിരിക്കുന്ന ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ധാരാളം വള്ളങ്ങൾ കരയിലേക്ക് സുരക്ഷിതമായി കയറ്റിയിട്ടിരിക്കുന്നത് കാണാം. അങ്ങ് ദൂരെ വിഴിഞ്ഞം പോർട്ട് കാണാം. ഇവിടെയൊക്കെ ധാരാളം മാധ്യമ പ്രവർത്തകർ, അതുപോലെ ഈ ഇരിക്കുന്ന കുട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞു 4 പേരടങ്ങിയ ഫാത്തിമ മാത എന്ന ആ ബോട്ടിലെ ആൾക്കാരെ യാതൊരു വിധേനയും കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരുന്ന ഒരു ടൈം ആണിത്. അവിടെ ഈ കുട്ടിയുടെ അച്ഛൻ ആണ് ആ ബോട്ടിൽ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും വിളിക്കുന്നില്ല, എവിടെയാണ് എന്ന് അറിയില്ല. വളരെയധികം വിഷമത്തിൽ അവിടെ ഇരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ നേരത്തെയും കണ്ടിരുന്നു. ഇവിടെ ധാരാളം പോലീസുകാരും മാധ്യമപ്രവർത്തകരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാനസിക വിഷമത്തിലിരിക്കുന്നവരോടൊന്നും നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല, അറിയാമല്ലോ. അവരുടെ നേരെ മൈക്കുമായിട്ട് ക്യാമറയുമായിട്ട് പോകാനുള്ള മനക്കരുത്ത് എനിക്കില്ല. പലരും അങ്ങനെ ചെയ്യാറുണ്ട്, ബൈറ്റ്സ് എടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് നമ്മളോട് സംസാരിക്കാൻ വരുന്നവരെ മാത്രമേ ഉൾപ്പെടുത്തി ഞാൻ ഇതിൽ അവരുടെ ബൈറ്റ്സുകൾ സ്വീകരിക്കാറുള്ളൂ.
അല്ലാതെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലാറില്ല. കാരണം ഇതാണ്, അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ബന്ധങ്ങളെ അല്ലെങ്കിൽ ബന്ധുക്കളെ നഷ്ടപ്പെടുന്നവരുടെ വേദന അത് അവർക്കേ അറിയൂ. പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ കടലിൽ പോയ അച്ഛനെ ഒരു വിധേനയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 5-6 ദിവസമായി അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. ഒരു പ്രതീക്ഷ മാത്രമാണുള്ളത്. എൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ആരോ ഒരാൾ ഒരു പപ്സ് കൊണ്ടു കൊടുത്തു, വെള്ളവും കൊടുത്തു. പക്ഷേ അത് കഴിക്കാതെ യാന്ത്രികമായി കയ്യിൽ വെച്ച് ആ പപ്സ് ഇങ്ങനെ ഇളക്കി അതിൻ്റെ ലെയറുകൾ ഇളക്കി താഴെ ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം അത് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ആ ആൺകുട്ടി അവിടെ ഇരിക്കുന്നത്. എൻ്റെ സമീപത്തിരുന്ന ഒരാളോട്, ബന്ധുവിനോട് ഞാൻ ചോദിച്ചു, ഈ കുട്ടിയുടെ ആരെങ്കിലും ഉണ്ടോ ആ ബോട്ടിലെന്ന്. അപ്പോൾ പറഞ്ഞു ഉണ്ട്. അപ്പോൾ 4 പേരെ, ഈ ഒരുമിച്ച് പോയ ആൾക്കാരിൽ 4 പേരെ കൊണ്ടുവരുന്നു എന്നറിയുമ്പോഴും മറ്റ് 4 പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത അവസ്ഥയിലാണ്. കടലിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല എന്ന് വിഴിഞ്ഞം ഫിഷറി സ്റ്റേഷനിൽ നിന്നും അറിയിക്കുന്നു. വിഴിഞ്ഞം ഫിഷറീസിൻ്റെ വകയുള്ള അനൗൺസ്മെൻ്റാണ് നമ്മളിപ്പോൾ കേട്ടത്. മോശം കാലാവസ്ഥയായതിനാൽ അടുത്ത 2 ദിവസത്തേക്ക് 2-3 ദിവസത്തേക്ക് കടലിൽ പോകരുത് എന്ന നിർദ്ദേശമാണ് അവർ നൽകുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഒരു ബോട്ട് വരുന്നു. ആ ബോട്ടിൽ മത്സ്യങ്ങൾ ഇറക്കി ലേലത്തിന് കൊടുത്തതിന് ശേഷം അടുത്ത ബോട്ട് കരയിൽ നിൽക്കുന്നത് കാണാം. അതുവഴിയാണ് ഇവർ പോകുന്നതും വരുന്നതും എല്ലാം ആ കാണുന്ന ഭാഗത്താണ്. ഒരു കൊച്ചുവള്ളം ഈ സമയം അങ്ങോട്ട് പോകുന്നത് കാണാം തുഴഞ്ഞ്. ദൂരെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഷിപ്പുണ്ട്. ധാരാളം വള്ളങ്ങൾ, ഈ കാണുന്ന ചെറുവള്ളങ്ങളൊക്കെയും മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഈ കാലാവസ്ഥ മോശം അല്ലാതിരുന്ന സമയത്ത് കടലിൽ പോയവ തന്നെയാണ്. എല്ലാം ഫൈബർ ബോട്ടുകളാണ് സർവ്വസാധാരണമായി ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ പോലെ തടി കൊണ്ടുള്ള വള്ളങ്ങൾ ഇല്ല. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വലിയൊരു ഷിപ്പ് അവിടെയുണ്ട്. നമ്മുടെ സമുദ്രതീരങ്ങളാകെ നല്ല നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം. നേരത്തെ അവിടെ തയ്യാറായി നിന്ന ആ ഒരു ചെറിയ വള്ളം പിന്നെയും ഏതാനും പേരെയും കൊണ്ട്, 4-5 പേര് കൊണ്ട് പിന്നെയും കടലിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ധാരാളം പേര് ഈ കൂട്ടത്തിൽ ഉണ്ട്. അവർ കടലിലേക്ക് പോകുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ താരതമ്യേന കഴിഞ്ഞ 6 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കടൽ ശാന്തമാണ്. ഈ ഇരിക്കുന്ന ഏതാനും പേരിൽ ചില ആൾക്കാരുടെ ബന്ധുക്കൾ ഇപ്പോൾ കടലിലുണ്ട്. അവരെയും കൊണ്ടുള്ള ബോട്ട് അരമണിക്കൂറിനകത്ത് ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി എല്ലാവരും നോക്കത്താ ദൂരത്തേക്ക് കണ്ണും നട്ട് ഇവിടെ ഇരിക്കുകയാണ്. ജിഷ, മഴയുടെയും കാറ്റിൻ്റെയും ഒക്കെ വാർത്തകൾ, അതും ഒട്ടും നല്ലതല്ലാത്ത വാർത്തകൾക്കിടയിലാണ് ആശ്വാസമായിട്ട് ഇവിടെ നിന്ന് മത്സ്യബന്ധന
കടലിൽ നിന്ന് കരയ്ക്ക് സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വള്ളത്തെയും ആൾക്കാർ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. ഇപ്പോൾ വരുന്ന വള്ളം എന്തായാലും അതല്ല. അവരെയും കൊണ്ട് വരുന്ന വള്ളത്തിനോടൊപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ബോട്ട് കൂടി ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഇവിടെ അക്ഷമരായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ബന്ധുക്കൾ. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഒരു അത്താണിയാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ കടലിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ അടുത്ത് ഒരു ആംബുലൻസ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് കാണാം. അവരെയും കൊണ്ട് വന്നാലുടൻ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ക്ഷീണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം അതിൻ്റെ ഒരു കാഷ്വാലിറ്റി മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി സർവ്വസജ്ജമായി നിൽക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരും ഇവിടെയുണ്ട്. നമുക്ക് അങ്ങ് ദൂരെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് മറ്റൊരെണ്ണം അങ്ങ് ദൂരെ നിൽക്കുന്നത് കാണാം. അത് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. നേരത്തെ ഒരു ചെറുവിമാനം ഇവിടെ ചുറ്റി പറക്കുന്നുണ്ടായിരുന്നു. അതും കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ വിമാനമാണ്. അങ്ങനെ അധികാരികളുടെ ഭാഗത്തു നിന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തുകൂടി അവരിപ്പോൾ എത്തും എന്നറിയുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നറിയില്ല. ദൂരെ ഒരു കോസ്റ്റ് ഗാർഡിൻ്റേതാണെന്ന് തോന്നുന്നു ഒരു വെള്ള ബോട്ട് കാണുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അങ്ങ് അടുത്തേക്ക് നിൽക്കാം. ഇവരെ കൊണ്ട് വരുന്ന സാഹചര്യമാകുമ്പോഴേക്ക് ഭയങ്കര ഉന്തും തള്ളുമൊക്കെ ആണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. സാധാരണ രീതിയിൽ സാറ്റലൈറ്റ് ചാനലുകാർ അവർക്ക് 2-3 ക്യാമറാമാൻമാരുണ്ടാകും. അതുകൊണ്ട് അവർ ഏതെങ്കിലും രീതിയിൽ അത് കവർ ചെയ്യും. കൂട്ടത്തിൽ നമുക്കും നല്ല വിഷ്വൽസ്, വളരെ പ്രതീക്ഷയുടെ വിഷ്വൽസ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ ഉത്കണ്ഠയായിരുന്നു. ഇതാണ് ആ ബോട്ട്, ഇപ്പോൾ അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ളത് ആണ് ആ 4 മത്സ്യത്തൊഴിലാളികൾ. എല്ലാവരും അവർ, പ്രത്യേകിച്ച് അവരുടെ ബന്ധുക്കൾ, ആ ബോട്ടിൻ്റെ അടുത്തേക്ക് പ്രിയപ്പെട്ടവരെ കാണാനായി ഇപ്പോൾ പോവുകയാണ്. ലൈൻ വിളിക്കുന്നു ട്രാൻസ്ഫറിന് എല്ലാവരും കയറണത് ഫാക്ടറി അയച്ചു ഇനിയാകുമ്പോൾ ഉയരോടെ വരുവായി. നല്ല ഇപ്പോൾ കരയിലെത്തിച്ച മത്സ്യത്തൊഴിലാളികൾ 4 പേരെയും ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാരകമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, പക്ഷേ അവർക്ക് ക്ഷീണമുണ്ട്. ഈ കുട്ടികളൊക്കെ കണ്ടോ, അവരൊക്കെ ചിരിക്കുന്നുണ്ട്. അവരുടെ അച്ഛൻ അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെയാണ് ആ ബോട്ടിൽ ഇപ്പോൾ വന്നത്. ഇന്നലെ അവരുടെ കരഞ്ഞ മുഖങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഈ പോകുന്നവരുടെ അവരെ വിളിച്ചു നിർത്തി ഓരോരുത്തരായി ചോദിക്കുകയാണ്, സമാധാനം ആയോ, സന്തോഷമായോ എന്നൊക്കെ. പെട്ടെന്ന് അവർക്ക് എന്താണ് പറയുക? സന്തോഷം തന്നെയാണ്, സമാധാനം തന്നെയാണ്. ഇന്നലെ ഇവരൊക്കെ കരഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ചകൾ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനിയും അതുപോലെ ഇവരെപ്പോലെ സന്തോഷിക്കാൻ ബാക്കിയുള്ളവരുടെ ബന്ധുക്കൾക്കും കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഇനിയും 4 പേരെക്കുറിച്ച് അറിയാനുണ്ട്. ആ 4 പേർ എവിടെയാണ്, അവരെപ്പോഴാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഓർത്ത് ഇന്നും വേദനിച്ച് ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബൈറ്റ്സ് എടുക്കാനോ ക്യാമറയുമായിട്ടോ പോയില്ല. പക്ഷെ അവരെ കണ്ടു. അവരൊക്കെ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് കാണാം ഇവരോടൊപ്പം അനുഗമിച്ചു വന്ന കോസ്റ്റ് ഗാർഡിൻ്റെ ആ ഒരു ബോട്ട്. വീണ്ടും അടുത്ത ഒരു ഗ്രൂപ്പിനെ 4 പേരെ വരുന്നതും കാത്ത് ഇവിടെ ആൾക്കാർ പിന്നെയും ഇരിക്കുകയാണ്.
കാശിലേക്ക് പോകുമോ? കാശിലേക്ക് നമ്മൾ ഈ വീഡിയോ ഫുട്ടേജിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ കടൽ അവർക്ക് കടലമ്മയാണ്. ആ ഒരു സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ചാണ് അവർക്കെപ്പോഴും പറയാനുണ്ടാവുക. ഏത് കാറും കോളും ഏത് കൂറ്റൻ തിരയും ചുഴലിക്കാറ്റും ഒക്കെ വന്നാലും കടലമ്മയുടെ വിരിമാറിൽ മടിത്തട്ടിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന ഒരു ബോധ്യത്തിലാണ് അവർ ഓരോ ദിവസവും കടലിലേക്ക് വള്ളവും വലയുമായി പോകുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ ബലം തന്നെയാണ് ഇപ്പോഴും ഈ കാത്തിരിക്കുന്നവർക്ക് ഉള്ളത്. അവർ തിരിച്ചു വരും, ഈ 4 പേരും കൂടി തിരികെ വരും, എന്നാലാണ് നമുക്ക് സമാധാനം ആകുക എന്നത് ഈ തീരത്ത് ഇരിക്കുന്ന ഓരോരുത്തരുടെയും അഭിപ്രായമാണ്. അവരുടെ ബന്ധുക്കൾ ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് കാണാൻ വിഷമിച്ച മുഖങ്ങളുമായി. അവരും ഉടനെ തിരിച്ചെത്തട്ടെ, അവരെ കണ്ടുകിട്ടി എന്നുള്ള അവരുടെ സ്ഥലം എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അവരെ എത്തിക്കാനാകും എന്നുള്ള ചെറിയ സൂചനകളൊക്കെ വൈകുന്നേരത്തോടെ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് കിട്ടി. പക്ഷേ ഞാൻ ആ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിഞ്ഞത്. വീഡിയോ ഇടുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തു വന്ന് അതിനെ എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി ഇടുന്ന സമയം എന്ന് പറയുന്നത് 8 മണിയാണ്. എന്നെ വീഡിയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓഫീസർ കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ചെന്ന് കണ്ടതും അവർക്ക് ആഹാരം കൊടുത്തതുമായിട്ടുള്ള ഒരു ഫുട്ടേജാണത്. അത് ഇപ്പോൾ വന്ന ആ ടീമിനാണ്, വന്നവർക്കാണ്, അല്ലാതെ ഇനി കാണാൻ ഉള്ളവർക്കല്ല. കാണാനുള്ളവരെ കണ്ട് കിട്ടണം എന്നുള്ള തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമായിട്ടാണ് അന്വേഷണം ഊർജിതപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനങ്ങളൊക്കെ ചുറ്റി പറക്കുന്നതും അവർ കടലിൻ്റെ ഏത് ഭാഗത്താണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചത് രണ്ടാമത്തെ ബോട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ എന്നാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനവിടെ നിന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോസ് റെൻഡർ ചെയ്തിടുന്ന സമയത്ത്, ഈ സമയത്ത് നമുക്ക് കാണാം മന്ത്രിയൊക്കെ അവിടെ വന്നിരുന്നു, കാര്യങ്ങളെ നിരീക്ഷിച്ചു, അഭിപ്രായങ്ങൾ കേട്ടു. എന്തായാലും അന്വേഷണം വളരെയധികം ഊർജിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ മന്ത്രി നൽകുന്നുണ്ടായിരുന്നു. ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ ഒരു ഐക്യം ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം ഉത്തരവാദിത്വപ്പെട്ടവർ ആ സ്ഥലം സന്ദർശിക്കുക, അവിടെ നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുക. ആ നിർദ്ദേശത്തിനൊക്കെ വലിയധികം മാനമുണ്ട്, ആ നിർദ്ദേശത്തിന് വളരെയധികം ഇമ്പോർട്ടൻസുമുണ്ട്. നമുക്ക് അവിടെ എടുക്കാം. ഇനിയും കണ്ടെത്തേണ്ട ആ ബോട്ടിനെക്കുറിച്ചും അതിലുള്ള 4 മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചുമാണ് ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മന്ത്രിയോട് പറയുന്നത്. അവരെ കൂടി കണ്ടു കിട്ടുന്നവരെ നമുക്കും കാത്തിരിക്കാം.